റോബർട്ട് കിയോസാക്കി എഴുതിയ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഗ്രന്ഥം സാമ്പത്തിക വിജയം ആഗ്രഹിക്കുന്നവർക്ക് ഒരു വഴികാട്ടിയാണ്. ലോകത്തിലെ ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഗ്രന്ഥം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾ സാമ്പത്തിക വളർച്ച നേടുകയും ജീവിത വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളും സ്പർശിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ആശയങ്ങളിൽ വിജയമാണെന്ന് ലോകം അംഗീകരിച്ച പ്രധാനപ്പെട്ട ചില സാമ്പത്തിക തന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത്. റിച്ച് ഡാഡ് പറയുന്നത്, സമ്പന്നർ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നില്ല, അവന്റെ പണമാണ് അവന് വേണ്ടി പണിയെടുക്കുന്നത്. സമ്പന്നർ ഒരിക്കലും അവന്റെ പണം ഡൺമണിയായി ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ മേടിക്കുന്നവരല്ല, മറിച്ച് ആ പണം മൾട്ടിപ്പിൾ ആകുന്ന രീതിയിൽ പുതിയ പലതരം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവരാണ് സമ്പന്നർ. സമ്പന്നർ ഒരിക്കലും തൊഴിലെടുക്കില്ല, മറിച്ച് മറ്റുള്ളവർ സമ്പന്നിന് വേണ്ടി തൊഴിലെടുക്കുകയാണ് ചെയ്യേണ്ടത്. സമ്പന്നർ ഒരിക്കലും മാസശമ്പളത്തിന് ജോലിയെടുക്കുന്നവരല്ല, മറിച്ച് അവർ തൊഴിലാളികളെ വെച്ച് അവർക്ക് വേണ്ടി തൊഴിലെടുപ്പിക്കുന്നവരാണ്. റിച്ച് ഡാഡ് പറയുന്നത്, ഇങ്ങനെ നമ്മുടെ സമ്പത്തും തൊഴിലാളികളും നമുക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് 10 മടങ്ങായി വളരുമെന്നാണ് റിച്ച് ഡാഡ് പറഞ്ഞു വെക്കുന്നത്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആശയം, അപകട സാധ്യതയുള്ള റിസ്ക് ഏറ്റെടുക്കുക. നമ്മളിൽ പലരും അപകട സാധ്യത മനസ്സിലാക്കി മാറി നിൽക്കുന്നവരാണ്. റിച്ച് ഡാഡ് വ്യക്തമായി പറയുന്നു, സമ്പന്നനാകണമെങ്കിൽ ചില അപകട സാധ്യത ഏറ്റെടുത്തേ മതിയാകൂ. സാമ്പത്തിക വളർച്ചയ്ക്ക് അപകട സാധ്യത അനിവാര്യമാണ്. അപകട സാധ്യത എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പഠിച്ച് അത് കുറച്ചു കൊണ്ടുവന്ന് അപകടത്തെ അതിജീവിച്ച് വിജയം വരിക്കുന്നവനാണ് യഥാർത്ഥ സമ്പന്നൻ. റിസ്ക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചിലർ റിസ്കുകൾ എടുക്കുന്നു. ആ റിസ്കുകൾ നിങ്ങളെ വിജയ വഴിയിലെത്തിക്കുമെന്നാണ് റിച്ച് ഡാഡ് പറയുന്നത്. റിച്ച് ഡാഡ് പറയുന്നത്, പുതിയ സാഹചര്യങ്ങളെയും പുതിയ മാറ്റങ്ങളെയും കുറിച്ച് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുകയും വേണമെന്നാണ് റിച്ച് ഡാഡ് പറയുന്നത്. സാമ്പത്തിക ലോകത്ത് സാമ്പത്തിക ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകാറുണ്ട്. ലോകത്ത് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ സാധാരണക്കാർ ഭയന്നിരിക്കുമ്പോൾ ഈ അവസരം മുതലെടുത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുകയും പ്രതിസന്ധി മാറിക്കഴിയുമ്പോൾ അവർക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടുകയും ചെയ്യുകയാണ് പതിവ്. റിച്ച് ഡാഡ് പറയുന്നത്, നിങ്ങൾ സാമ്പത്തിക ലക്ഷ്യം നേടുന്നതിന് ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ ഭയമാണ്. ഭയത്തെ അതിജീവിച്ചവർ മാത്രമേ സമ്പന്നനായിട്ടുള്ളൂ. നമ്മളിൽ പലരും പുതിയ നിക്ഷേപത്തിനും പുതിയ സംരംഭത്തിനും ഭയപ്പെടുന്നു. വിജയിക്കുമോ, സാമ്പത്തിക നഷ്ടമുണ്ടാകുമോ എന്ന ഭയമാണ് പലരെയും സംരംഭങ്ങളിൽ നിന്ന് പിന്മാറ്റുന്നത്. സമ്പന്നർക്ക് ഈ ഭയം ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ശേഷി അവർ ആർജിച്ചിട്ടുണ്ടാവും. സുഹൃത്തുക്കളെ, റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഗ്രന്ഥത്തിന്റെ ഒരു ക്യാപ്സൂൾ രൂപമാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഇവയെല്ലാം നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ ഉപകാരപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്.